സുജിത്ത്, ഞാൻ ഇന്നലെ സുജിത്ത് സംസാരിച്ചപ്പോൾ സുജിത്തിനോട് ചോദിച്ചിരുന്നു വാഹനത്തിൽ നിന്ന് അടക്കം മർദ്ദനം ഉണ്ടായോ എന്നുള്ളത്. ആ മർദ്ദനങ്ങളുടെ ഒക്കെ തുടർച്ചയായി ഈ വാർത്തകളൊക്കെ വരുന്നു, കേരളം അത് ഏറ്റെടുക്കുന്നു, വലിയ തോതിൽ ചർച്ചയാകുന്നു. ഇങ്ങനെയാണോ നമ്മുടെ പോലീസ് സ്റ്റേഷനുകളിൽ സംഭവിക്കുന്നത് എന്നത് സംബന്ധിച്ച് ആശ്ചര്യമുണ്ടാകുന്നു. ഈ പണവാഗ്ദാനം അടക്കമുള്ള കാര്യങ്ങൾ എപ്പോഴാണ് ഉണ്ടാകുന്നത്? വാഗ്ദാനം കേസ് പ്രൈവറ്റ് കംപ്ലൈന്റ് കോടതിയിൽ എടുത്തതിന് ശേഷമാണ് നമ്മളായിട്ട് സെറ്റിൽമെന്റിന് ഓരോ തവണയും എന്റെ സീനിയർ ആയിട്ടുള്ള നമ്മുടെ റീസാറിന്റെ അടുത്ത് സംസാരിക്കുന്നത്. ഓരോ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരായിട്ടുള്ള ആൾക്കാർ നിരന്തരം കോണ്ടാക്ട് ആളിനായിട്ടാണ് ബന്ധപ്പെട്ടിരുന്നത്. ഓരോ അവിടെ കുന്നോളം സ്റ്റേഷനിൽ മുന്നും ഇതുപോലെ ലോകമർദ്ദനത്തിന് ഇരയായിട്ടുള്ളൊരു ആളുടെ കേസ് ഇങ്ങനെ ഒത്തുതീർപ്പാക്കിയിട്ടുള്ള സെറ്റിൽമെന്റ് ആക്കിയിട്ടുള്ളൊരു സ്റ്റേഷനും കൂടിയിട്ടാണ് അവിടുത്തെ കുന്നോളം സ്റ്റേഷനത്തെ മുന്നത്തെ ഒരു CA ആയിരുന്ന ഒരു ആള്. അപ്പോ ആളും തന്നെയാണ് സെറ്റിൽമെന്റിനെ സംസാരിച്ചിരുന്നത്. ഈ കേസിൽപ്പെട്ട ആളുകളല്ല, ഉന്നത ഉദ്യോഗസ്ഥരടക്കം അതിനുവേണ്ടി സമ്മർദ്ദം ചെലുത്തി. അതെ 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 അതെ. എത്ര ലക്ഷം രൂപയാണ്? 20 ലക്ഷം രൂപ എന്നുള്ളതാണ് സുജിത്ത് മാധ്യമങ്ങളോട് പറഞ്ഞത്. ആ പണം സ്വീകരിക്കാൻ നിർബന്ധിക്കുന്ന സാഹചര്യം ഉണ്ടായോ? നിർബന്ധിക്കില്ല. അതിനും വലിയ തുകയാണെങ്കിൽ എങ്ങനെ വേണമെങ്കിലും സെറ്റിൽമെന്റ് നമ്മൾ തയ്യാറാണെങ്കിൽ എത്ര നമ്മൾ പറയണ ഓഫർ അവർ സ്വീകരിക്കാൻ തയ്യാറായിരുന്നു ആണ് അല്ലെ. പക്ഷേ സുജിത്ത പണം സ്വീകരിക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, അത് തുറന്നു പറയുകയുമാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയധികം നിർബന്ധ ബുദ്ധിയോടെ നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകണമെന്ന് തോന്നിയത്? അത് നമ്മുടെ ഒരു ആവശ്യമാണ്. കാരണം ഞാൻ പൊതുപ്രവർത്തകനായതുകൊണ്ട് എനിക്കത് നമ്മളെ പറ്റിയിട്ടുള്ളൊരു എന്താ പറയാ, നമ്മളെ അത്രയും ക്രൂരമായിട്ടുള്ള ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ നാളെ ആര് തന്നെ ആയാലും നമ്മള് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു പ്രവർത്തനം കയറി ചെല്ലുമ്പോൾ ഒരു ആൾക്ക് വേണ്ടി നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പ്രൊട്ടക്ഷൻ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ലേ? അതിനനുസരിച്ച് അവര് നമ്മളെ എതിർക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മള് പറയുന്നത് കേൾക്കാനോ ഒന്നിനും ഒരു താല്പര്യം അവര് കാണിക്കുന്നില്ല. അവര് നമ്മളതിനെ എങ്ങനെയും അവർക്കെതിരെ നമ്മൾ ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ അവര് ഒതുക്കി തീർക്കുക എന്നുള്ളൊരു നിലപാടാണ് പോലീസിന്റെ ഇതില്ല. അത് ഉണ്ടാവാൻ പാടില്ല, ചൂഷണ രീതിയിൽ ഉണ്ടാവാൻ പാടില്ല എന്നാണ് നമ്മളൊരു ഉണ്ടായിരുന്നത്. ഈ പോലീസ് സ്റ്റേഷനിൽ CCTV ദൃശ്യങ്ങളടക്കം ശേഖരിക്കാൻ കഴിയുമെന്നതൊക്കെ പോലീസുകാർക്കാണ് ഏറ്റവും നന്നായിട്ട് അറിയുന്നത്. പക്ഷെ അവിടെ വെച്ച് തന്നെ കുനിച്ചു നിർത്തി ഇടിക്കാനൊക്കെ തയ്യാറാകുന്നത് അതൊരു വല്ലാത്ത ധാർഷ്ട്യമാണല്ലോ സുജിത്ത്. ഇതൊന്നും ചോദിക്കാനും കണ്ടുപിടിക്കാനും ആരും വരില്ല എന്നൊരു ആത്മവിശ്വാസം പ്രകടമായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും അതില് മെയിൻ ആയിട്ട് എന്താ പറയാ, ഇത് കിട്ടില്ല എന്നുള്ളൊരു വിശ്വാസം അവർക്ക് ആരോ കൊടുത്തു എന്ന് പറഞ്ഞ പോലെ അവരുടെ പെരുമാറ്റം. അതുപോലെ അതില് മെയിൻ ആയിട്ട് CCTV കൊടുത്ത് തല്ലാത്ത ഒരു മുതിർന്ന വലിയ ഏജ് ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ശശിധരൻ എന്നുള്ള ആള് എന്നെ ആദ്യം അടിക്കണത് സ്റ്റേഷന്റെ പുറത്തേക്ക് വന്നിട്ട് ജീപ്പ് കയറണൊക്കെ മുന്നെയാണ് എന്നെ പുറത്ത് വെച്ചിട്ടാണ് എന്നെ ആയിത്തടി അടിക്കണേ. അത് കഴിഞ്ഞിട്ട് ആള് എന്റെ അടുത്ത് പറയാണ് നീ സ്റ്റേഷനിലേക്ക് വായു എന്നുള്ളത് എന്റെ അടുത്ത് ഭീഷണിയുടെ സ്വരത്തിൽ എന്നോട് ഇങ്ങനെ പറയാം. അത് കഴിഞ്ഞതിന് ശേഷം ഈ ആള് CCTV ഉള്ള സ്ഥലത്ത് എന്നെ മർദ്ദിക്കുന്നില്ല. ആളും അവരെ അവിടെ തല്ലാതെ ഒഴിഞ്ഞു പറഞ്ഞിരിക്കുന്ന ഡ്രൈവർ ഷുഹൈർ, അതിന്റെ ഹൈറ്റ് വന്നിട്ടുള്ള ആളടക്കം ഈ 5 പേരും കൂടിയിട്ടാണ് മേലെ കൊണ്ടുപോയിട്ടാണ് എന്നെ നല്ല രീതിയിൽ മർദ്ദിക്കുന്നത്. ശരി, അവിടെ വെച്ച് ഈ കാലിനടിയിൽ ചൂരൽ കൊണ്ട് അടിച്ചു. അതെ, കാലിന്റെ അടിയിലേക്ക് 15 തവണ തുടർച്ചയായിട്ട് 15 തവണ അടിക്കുക, എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് തന്നെ ചാടാൻ പറയുക. അതാണ് അങ്ങനെ ഒരു 3 സെറ്റ്, ഒരു 45 തവണ എന്ന് പറയാം. അത്രയ്ക്കും അടിച്ചിട്ടുണ്ട് തന്നെ. 45 തവണ കാലിനടിയിൽ അടിച്ചു, 15 തവണ അടിച്ചിട്ട് ചാടാൻ പറഞ്ഞു. ചാടാൻ പറയും. ഇതൊക്കെ എന്ത് വീണ്ടും ഇരിക്കും, വീണ്ടും അടിയും. അങ്ങനത്തെ ഒരു ഇതിവർ സാധാരണഗതിയിൽ ഇങ്ങനെ ചെയ്യുന്ന ഈ വീരവാദം പറച്ചിലൂടെ ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും. ഇവിടെ കുന്നോളം സ്റ്റേഷനിൽ ഇപ്പൊ എന്റെ സീനിയറായിട്ടുള്ള പറയണ്ടായി. ഈ മുന്നത്തെ CA ഓഫീസായിരുന്ന ഓഫീസില് നേരെ പ്രതികളെ കൊണ്ടുപോയിട്ട് അവിടെയാണ് ശരിക്കും ക്രൂരമായ മർദ്ദനം നടക്കുന്നത്. അവിടെ ഇതുവരെ CCTV ഇല്ല. അതുപോലെ ഈ സ്റ്റേഷന്റെ 2ാമത്തെ നിലയിലും 2ാമത്തെ ഫ്ലോറിലും CCTV ഇല്ല. അവിടെ കൂടി ഇത് CCTV ഉൾപ്പെടുത്തണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഇന്നിപ്പോ സുപ്രീം കോടതി വിധി വന്നിട്ടുണ്ട്. സ്റ്റേഷന്റെ എല്ലാ ഇതിപ്പോ കസ്റ്റഡിയിലെടുത്ത് വണ്ടിക്കകത്തിട്ട് ജീപ്പിനകത്തിട്ട് ചവിട്ടിക്കൂട്ടുന്ന പോലീസുകാർക്ക് എവിടെയൊക്കെ CCTV വെച്ചാലും അത് ചെയ്യാമല്ലോ. ഞാൻ ഇന്നലെ സുജിത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇറങ്ങുമ്പോൾ തന്നെ സുജിത്ത് മുണ്ടും വാരി പിടിച്ച് ഇറങ്ങുന്നതാണ് ഞാൻ കണ്ടത്. അപ്പൊ അതിനു മുൻപ് ഷർട്ട് വലിച്ചു കീറി, അതിനു മുമ്പ് തന്നെ മർദ്ദനം നടന്നു. ജീപ്പിൽ കയറ്റുമ്പോ തന്നെ ഞാൻ പറയുന്നുണ്ട്, എനിക്ക്
എന്നെ തല്ലേണ്ട കാര്യമില്ല. ഞാൻ ചോദിക്കുമ്പോ അത്രയും അവർ ഷൗട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ പറയുന്ന ഒരു കേൾക്കാൻ തയ്യാറാവണില്ല. അപ്പൊ അത് നമ്മള് ഷൗട്ട് ചെയ്ത് സംസാരിച്ച കാരണമാണ് അത് കൂടുതലും അവർക്ക് ഒരു വൈരാഗ്യത ഉണ്ടാവാൻ ഒരു കാരണം. അപ്പൊ തല്ലേണ്ട കാര്യമില്ല, സ്റ്റേഷനിലേക്ക് എന്റെ കൊണ്ടുവരേണ്ട കാര്യമില്ല. വെറുതെ പ്രഷർ കൂട്ടി വെറുതെ ഞാൻ കയറാൻ കൂട്ടാക്കിയില്ല. കയറാൻ കൂട്ടാക്കിയില്ല എന്റെ തെറ്റില്ല. പിന്നെ അതിനായിട്ട് നമ്മള് കാര്യമില്ല. ഇപ്പൊ പോലീസുകാരെ കണ്ടാൽ അവരോട് സംസാരിക്കാൻ പാടില്ല, എന്താണ് പ്രശ്നം എന്ന് ചോദിക്കാൻ പാടില്ല എന്നൊന്നും എവിടെയും ഇല്ലല്ലോ. അങ്ങനെ ജനങ്ങൾ ചോദിച്ചാൽ ജനങ്ങളോട് മറുപടി പറയുക എന്നുള്ളതൊക്കെയാണ് ജനമൈത്രി കാഴ്ചപ്പാട് എന്നുള്ളതൊക്കെയല്ലേ നമ്മൾ കേൾക്കുന്നത്. ഈ ഇടിയൻ പോലീസുകാരാണെന്ന് കണ്ടാൽ അറിയാൻ കഴിയില്ലല്ലോ.